നമ്മുടെ ജീവിതങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ച ആ വലിയ അത്ഭുതത്തിൻ്റെ മണിക്കൂറുകളെ കർത്താവിന് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് ഓർക്കാൻ ഒരു വചനം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കൂനിപ്പോയൊരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. കടന്നു വരുന്ന സ്ത്രീനെ കർത്താവ് അവിടെ നിന്ന് വിളിക്കുകയാണ്. എന്നോട് അടുത്ത് വരാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ അവളുടെ കൂന് പോയിട്ടില്ല. അവൾ നടന്നു വരുമ്പോഴും അവളുടെ കൂന് പോയിട്ടില്ല. നമ്മളെ എത്രയോ ദിവസങ്ങളായി കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ നമ്മളെ കർത്താവ് വളർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അനുദിനം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ വഴിയായി കർത്താവ് അനേകം കുടുംബങ്ങളിലും ദേശങ്ങളിലും കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ആ കൂനിപ്പോയ സ്ത്രീ അടുത്ത് വിളിച്ച് വചനം പറഞ്ഞ് അവളുടെ മേൽ കൈകൾ വെച്ചപ്പോഴാണ് അവൾക്ക് പരിപൂർണ സൗഖ്യം കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് വിടുതലും സൗഖ്യവും രക്ഷയും എല്ലാം കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വലിയ ശുശ്രൂഷയോർത്തും ഓരോ കർത്താവിൻ്റെ ഇടപെടലിനോർത്തും നന്ദി പറഞ്ഞ്, കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയോർത്ത് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനം 116:12 പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും. പ്രിയപ്പെട്ടവരെല്ലാം നന്മകളെ ഓർത്തൊരു നിമിഷം നന്ദി പറയാം. നന്ദി പറയുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതലായി നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളെ കെട്ടിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ, ആകുലതയുടെ എല്ലാ അസ്വസ്ഥതകളുടെ ഭാരങ്ങളും കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ പൊട്ടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും സഹനങ്ങളെ ഓർത്തും എല്ലാ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നല്ലവനായ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. യേശുവേ നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, സ്തുതിക്കുന്നു കർത്താവേ. നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവിന് നന്ദി പറയുന്നു, കർത്താവ് യേശുവിന് നന്ദി പറയുന്നു, പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. അധരങ്ങൾ തുറന്ന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി ഈശോയേ, നന്ദി ഈശോയേ, നന്ദി ഈശോയേ, നന്ദി ഈശോയേ. നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിക്കാം. യേശുവേ, യേശുവേ, യേശുവേ. കരങ്ങൾ താഴ്ത്താം. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ 9, 10, 11 വചനം പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പിശാചിനെ എതിർക്കുക. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നിങ്ങളെ വിളിച്ച അനുഗ്രഹദാതാവായ ദൈവം അല്പകാലത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ പൂർണ്ണരാക്കും, സ്ഥിരീകരിക്കും, ശക്തരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനെ പരിപൂർണമായി നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം, നമ്മുടെ നിക്ഷേപമായി സ്വീകരിക്കാം. ഇനിയുള്ള ജീവിതം പുതിയൊരു അഭിഷേകത്തിലേക്ക്, പുതിയൊരു നിറവിലേക്ക് കടന്നു വരുവാൻ, വിശ്വാസത്തിൻ്റെ വലിയൊരു യാത്ര മുന്നോട്ട് പോകാനുള്ള അഭിഷേകം കർത്താവിന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കരങ്ങൾ വീശി കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ. മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധരോട് ചേർന്ന് സന്തോഷത്തോടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലുകൾ മാറ്റി ചവിട്ടി എല്ലാവരും അടുത്ത് വരാം. സന്തോഷത്തോടെ പരസ്പരം നോക്കിക്കോ. അമ്മച്ചിമാര് കമോൺ. എന്റെ നിക്ഷേപം നീ തന്നെയാ, ശക്തിയോടെ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കേട്ടുപാടാം. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ചേർന്ന് വിളിക്കുന്ന ഈശോയേ, ഈശോയേ, ഈശോയേ.
കരങ്ങളടിച്ച് ശക്തിയോടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം. സന്തോഷത്തോടെ എല്ലാവരും ആമേൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. ആവർത്തിച്ച് വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ. അനേകരുടെ അടുത്തേക്ക് കർത്താവ് വരുന്നുണ്ട്. സന്തോഷത്തോടെ പാടി ആരാധിക്കുന്നു. ഈശോയെ വേഗം വരണമേ, ഈശോയെ വേഗം വരണമേ, ഈശോയെ വേഗം വരണമേ, ഈശോയെ വേഗം വരണമേ. മാറാനാഥ 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 മാറാനാഥ. പരസ്പരം നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബമാണ്. സന്തോഷത്തോടെ എല്ലാ കെട്ടുകളും കർത്താവിനിൽ പൊട്ടണം. അഭിഷേകം ഇറങ്ങണം. Come on. ഹല്ലേലൂയ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനെ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറാനാഥ മാറാനാഥ. സുന്ദര രൂപനെ, വന്ദിതനാഥനെ, മാറാനാഥ മാറാനാഥ. നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഈശോയേ ഈശോയേ ഈശോയേ, സത്യമായി എന്നിൽ നിറയണമേ. ഈശോയേ ഈശോയേ, വചനമായി എന്നിൽ നിറയണമേ. ഈശോയേ ഈശോയേ, ആത്മാവായി പരിശുദ്ധാത്മാവേ, ദേശത്തുള്ള സകല മക്കളിലേക്ക് അഗ്നിയയക്കണമേ, സാന്നിധ്യം പകരണമേ. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവായ യേശുവിനെ സ്തുതിക്കട്ടെ, സ്വർഗ്ഗത്തിലെ രാജാവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എല്ലാ തരങ്ങളും ചലിപ്പിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. മാലാഖമാരോട് ചേർന്ന്, സ്വർഗ്ഗവാസികളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. ആത്മാവിൽ സമർപ്പിക്കുന്നു, ഞങ്ങൾ ആത്മാവിൽ സമർപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആത്മാവിൽ സമർപ്പിക്കുന്നു, ഞങ്ങൾ ആത്മാവിൽ സമർപ്പിക്കുന്നു. ആത്മാവേ ആത്മാവേ, ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ. എന്റെ നിക്ഷേപം നീ തന്നെയാ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.
എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. പറഞ്ഞു, ആരെങ്കിലും ഹൃദയവും നിന്നിൽ ഹൃദയം തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് കടന്നു വരും. ദാഹത്തോടെ ഓരോ മക്കളും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഇതെല്ലാം ശുശ്രൂഷകളെ സമർപ്പിക്കാം. പ്രിയപ്പെട്ട ജസ്റ്റിൻ ബ്രദറിനെ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കാര്യങ്ങൾ എത്തി പറയാം. ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പൂന്തുറ, ട്രിവാൻഡ്രത്തുള്ള പൂന്തുറ എന്നൊരു ഇടവകയിലായിരുന്നു ശുശ്രൂഷ. ബീച്ചിലാണ്. അവിടെ പള്ളിയുടെ ചേർന്ന് തന്നെയാണ് ബീച്ച്. വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷെ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്, മുക്കൂരാണ് കൂടുതലും. അപ്പോൾ ഞങ്ങൾ അവിടെ 3 ശുശ്രൂഷയുണ്ടായിരുന്നു. ആയിരക്കണക്കിന് മക്കൾ സുവിശേഷം കേൾക്കാൻ കടന്നു വന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കർത്താവ് അവിടെ പ്രവർത്തിച്ചു. ഞങ്ങൾ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു കുടുംബം ഞങ്ങൾ കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുടുംബം ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നു. അപ്പച്ചനാണ് കടന്നു വന്നത്. പൊട്ടിക്കരഞ്ഞിട്ടാണ് വന്നത്. ഒറ്റ മകനേ ഉള്ളൂ. മകൻ്റെ പേര് ഷെൽട്ടൻ എന്നാണ്. ഷെൽട്ടൻ കോവിഡ് സമയത്താണ് അവന് മൊബൈൽ ഫോൺ ലഭിക്കുന്നതൊക്കെ. അവനിപ്പോൾ 10th പഠിക്കുന്നത്. പക്ഷെ അന്ന് മുതൽ അവൻ ഒറ്റ റൂമിലാണ്. മൊബൈലും പിടിച്ച് റൂമിലിരിക്കും. ഫുൾ ടൈം മൊബൈലിലാണ്. ഭക്ഷണം കഴിക്കാൻ മാത്രം പുറത്തേക്ക് വരും. പിന്നെ ഫുൾ ടൈം മുറിയിൽ അടച്ച് പൂട്ടിയിരിക്കുന്ന ഒരു വ്യക്തി. വല്ലാത്ത വേദനയോടെയാണ് അപ്പച്ചൻ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വളരെ ക്ഷീണിതരാണ്. ശുശ്രൂഷ കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അപ്പച്ചൻ്റെ ആ വേദന കണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ അടുത്തേക്ക് വരാം, ഞങ്ങൾ കൂടെ വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-ാം വാക്യം പറയുന്നു, യുവാക്കൾ പോലും ക്ഷീണിക്കുകയും ചെറുപ്പക്കാർ ശക്തിയുറ്റ് വിടുകയും ചെയ്തേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ, മകൾ, ഒരു വ്യക്തി, ഒരു കുടുംബം ശക്തി പ്രാപിക്കും. വിശ്വസിക്കുന്ന കരങ്ങളെത്തി പറഞ്ഞു ഞാൻ ഹല്ലേലൂയ. ദീപപുത്ര കർത്താവിനെ പാടി ആരാധിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കണ്ടത്, നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഇവിടെ നിന്ന് അഗ്നി പറന്ന് വന്ന് അത് സ്വർഗമായി കണക്ട് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം അതിൻ്റെ അർത്ഥം സ്വർഗം ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട്. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകുമെന്ന് ഉറപ്പാണ്. വിശ്വസിക്കുന്നവർ നല്ലൊരു കൈയടി കർത്താവിന് കൊടുത്ത നല്ലൊരു കൈയടി. ഞങ്ങൾ ആ സഹോദരനെ ആ മകൻ്റെ വീട്ടിൽ പോയിപ്പോൾ അമ്മ പൊട്ടിക്കരയാണ്. അമ്മയുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു, എന്താണ് വിശേഷം? അമ്മ പറഞ്ഞു, ഇതാണ് വിശേഷം. മകൻ നല്ല മകനാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട്. പക്ഷേ ഫുൾ ടൈം മൊബൈൽ പിടിച്ച് റൂമിലിരിക്കുകയുള്ളൂ, ഒന്നും ചെയ്യുന്നില്ല. മാർക്ക് എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മാർക്ക് 1 മാർക്ക് 2 മാർക്കാണ്. അതായത് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി കൊടുക്കും. ഒന്നും പഠിച്ചിട്ടില്ല. സ്കൂളിൽ പോകുന്നത് വെറും കടമാണ്. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. സ്കൂളിൽ നിന്ന് വന്ന നേരെ റൂമിലാണ് മൊബൈൽ എടുക്കും. എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് ഒന്നും അറിഞ്ഞുകൂടാ. ആ മകനെ ഞാൻ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്, ബ്രദർ അവർ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരില്ല. അപ്പം ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങ് പ്രവർത്തിക്കണം. ഞാൻ വളരെ സ്നേഹത്തോടെ, അവൻ്റെ പേര് ഷെൽട്ടൻ എന്നാണ്. ഷെൽട്ടാ മോനെ, യേശു നിന്നെ വിളിക്കണ്ടടാ എന്ന് പറഞ്ഞ് ആ മുറിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ പ്രിയപ്പെട്ട ഒരു അത്ഭുതമായി അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ആദ്യ സ്റ്റെപ്പ് കർത്താവ് എനിക്ക് വിജയം നൽകി. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഉഷേച്ചിയുടെ മോൻ ഷോണ്ട പോലെ ഇരിക്കും. നല്ല ഹൈറ്റും നല്ല സ്മാർട്ടായിട്ടുള്ളൊരു മകനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മകൻ്റെ കൂടെ ഇരുത്തി. ഞാൻ അവനെ നീ മൊബൈൽ ഉപയോഗിക്കരുതെന്നൊന്നും അങ്ങനെ ശാസിക്കാനൊന്നും പോയില്ല. ഞാൻ അവൻ്റെ ശിരസിലൊന്ന് തലോടി, അവനോട് സ്നേഹത്തോടെ സംസാരിച്ചു. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവന് വെളിപ്പെടുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിനക്ക് ഈ മൊബൈലൊന്നും മാറ്റി വയ്ക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് കാത്തു നിൽക്കായിരുന്നു. ആ മൊബൈൽ അവൻ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ സഹോദരനെ, ആ ഷെൽട്ടൻ എന്ന മകനെ കർത്താവ് സ്പർശിച്ചു. ആ മകനെ ആ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ആ മകൻ പിന്നീട് അത് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. കരങ്ങളുയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മുടെ മക്കളെ വിടുവിക്കും. നമ്മൾ എത്രമാത്രം കർത്താവിനോട് നിലവിളിക്കുന്നുണ്ട്. ജയറോസ് തൻ്റെ മകൾ
മരിക്കാൻ കിടക്കുകയാണ്. ഈ സമയത്ത് ജെയറോസ് കടന്നു വന്ന് യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവേ, അങ്ങ് എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന് എൻ്റെ മകളുടെ മേൽ കരം വെച്ച് അവളെ സൗഖ്യമാക്കി ജീവൻ നൽകണമേ. കണ്ണുനീരോടെയാണ് ജെയറോസ് വന്നത്. അവിടെ 10,000 വന്നിട്ടുണ്ട്. പക്ഷെ ജെയറോസിൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ് കേട്ടു. കർത്താവ് കൂടെ പോയി ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ കർത്താവ് ഇന്ന് രാത്രി സ്പർശിക്കും എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ മാത്രം കരങ്ങളുയർത്തി ശക്തിയോടെ വിളിച്ച് യേശുവേ, പോരെ ശക്തിയോടെ യേശുവേ. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും വേദനകളോ നമ്മുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ നാമത്തിൻ്റെ യോഗ്യതയിൽ മാറിപ്പോകും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു 3 പ്രാവശ്യം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ യേശു നാമം വിളിക്കാൻ പോവുകയാണ്. എങ്ങനെ വിളിക്കണം? യോനാ 2:2 ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ കർത്താവ് തന്നെ കരുണ ചൊരിയും. അവൻ ഏതവസ്ഥയിലാണെങ്കിലും കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ മക്കൾ ഇപ്പോൾ മദ്യപാന ഷോപ്പിലായിരിക്കാം, ബാറിലായിരിക്കാം, വീട്ടിലായിരിക്കാം, ഫിലിം അവിടെ ആയിരിക്കും, എവിടെയാകട്ടെ, എന്തുമാട്ടെ, വിഷയമല്ല. യേശു അവളെ തൊട്ടിരിക്കും. വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ഒരുമിച്ച് 2 കരമുയർത്തി നമ്മുടെ മക്കളെ ഓർത്തൊന്ന് സ്തുതിച്ച് മക്കളെ അനുഗ്രഹിക്കണമേ, മക്കളെ സ്പർശിക്കണമേ, നിങ്ങളുടെ മക്കളിലേക്ക് കൃപ പകരണമേ. ഈ ദേശത്തുള്ള 2000 കുടുംബങ്ങളിലേക്ക് നിങ്ങളുടെ കൃപ ഇപ്പോൾ പകരണമേ. ദൈവശക്തി വ്യാപരിക്കട്ടെ. മക്കളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക പീഡകൾ, മൊബൈൽ അഡിക്ഷൻ, മദ്യപാനത്തിന്റെ കെട്ടുകൾ, മയക്കുമരുന്നിന്റെ കെട്ടുകൾ, എല്ലാ പൈശാചികമായ പീഡകള്, കെട്ടുകള് യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ നിർവീര്യമാക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഞങ്ങളുടെ മക്കളിലേക്ക് കൃപ പകരണമേ, അഭിഷേകം പകരണമേ. ഈ ദേശത്തിന് മേൽ അഭിഷേകം ഇറങ്ങട്ടെ. സമയം കർത്താവ് ഒരു സന്ദേശം നൽകുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മക്കളെ കർത്താവിൻ്റെ അമ്മയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഉണ്ണിയേശുവിനെ സ്വർഗീയ പിതാവ് ഏൽപ്പിച്ചത് പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലാണ്. ഈ അഗസ്തീനോസ് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറിയം എന്ന പെൺകുട്ടിയെ കാണുന്നത്. കൃപ നിറഞ്ഞവൾ. ദൈവപിതാവ് മറിയത്തിൻ്റെ ഉദരത്തിലേക്കാണ് ഉണ്ണി യേശുവിനെ നിക്ഷേപിക്കുന്നത്. കരങ്ങളെത്തി പറഞ്ഞാൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ മക്കളെ മറിയത്തിന്റെ കരങ്ങളിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ മറിയത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അത്ഭുതകരമായ വിടുതലുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്, 100 കണക്കിന് അനുഭവങ്ങൾ. അതുകൊണ്ട് നമ്മൾ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും പരിശുദ്ധ അമ്മയിലൂടെ. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പരീക്ഷ ഭയമുള്ള കുട്ടികൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. എല്ലാം പഠിച്ചിട്ടാണ് പോകുന്നത് സ്കൂളിലേക്കും പരീക്ഷ എഴുതാൻ. പക്ഷെ ഒന്നും എഴുതാൻ പറ്റുന്നില്ല. വല്ലാത്ത പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എല്ലാം മറന്നു പോവുകയാണ്. അതെന്താണ് കാരണം? അത് ബുദ്ധിയിൽ അന്ധകാരമാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ് പറയുന്നുണ്ട്, ബുദ്ധിയിൽ അന്ധകാരം. അത് മാറാൻ എങ്ങനെയാണ്? അത് ആ അന്ധകാരത്തിലേക്ക് യേശുവിൻ്റെ രക്തം ഒഴുകപ്പെടണം. ദൈവത്തിൻ്റെ വചനം കടന്നു വരണം. പരിശുദ്ധാത്മൻ്റെ അഭിഷേകം പ്രകാശമായി കടന്നു വരുമ്പോൾ ബുദ്ധി പ്രകാശിക്കും. പിന്നീട് അവൻ എഴുതുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കും, അവന് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലത് സംഭവിക്കും. കാരണം സുവിശേഷം ദൈവശക്തിയാണ്. റോമ 1:16 അത് യേശു തന്നെയാണ്. മറ്റുള്ള മതസ്ഥരെല്ലാം കുറച്ച് നല്ല കാര്യങ്ങൾ പറയും, എന്നാൽ സുവിശേഷം അങ്ങനെയല്ല. സുവിശേഷം പരിശുദ്ധാത്മന്റെ ശക്തിയാണ്, അത് ദൈവം തന്നെയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. കരങ്ങളുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വചനം ഇതാണ്. സെഫാനിയ 3:17 വചനം. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഒന്ന് വലതുകരമുയർത്തി ഈ വചനം ഏറ്റു പറഞ്ഞേൻ. വിശ്വാസത്തോടെ ഏറ്റു പറയുക.
നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്, നിന്റെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? നമ്മുടെ ജീവിതങ്ങളിലെ പ്രതിസന്ധികളിലും വേദനകളിലും നഷ്ടങ്ങളിലും നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഇന്നത്തെ കൂട്ടായ്മയിൽ ചെറിയ കൂട്ടായ്മയാണ് എങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി ഇതിലുണ്ട്. എന്താണ് കാരണം? കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട് എന്ന ബോധ്യം നഷ്ടപ്പെട്ടു പോയി, എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ജീവിതം കഴിഞ്ഞു പോയിട്ടില്ല, ജീവിതം തുടങ്ങാനേ പോകുന്നുള്ളൂ. കാരണം കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ മധ്യേ നിൽക്കുന്ന കർത്താവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം ഇരിക്കുന്നത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മധ്യ കർത്താവ് ഉണ്ട്, നമ്മുടെ മധ്യ കർത്താവ് ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതാണ് ആദ്യത്തെ മെസ്സേജ്. നമ്മുടെ ജീവിതങ്ങളിൽ വിജയം നൽകുവാൻ, സൗഖ്യം നൽകുവാൻ, പുതിയ വഴികൾ തുറക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിന് പുതിയ മെസ്സേജാണ് നൽകുന്നത്. എന്താണ്? അതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:26. ആ വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയുണ്ട്. ആദ്യത്തെ വചനം സഫാനിയ 3:17, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. രണ്ടാമത് കർത്താവ് പറയാണ് യോഹന്നാൻ 1:26, എന്താണ് വചനം? നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയുണ്ട്. അവനെക്കുറിച്ചുള്ള അജ്ഞതയാണ് നമ്മൾ പാപത്തിൽ വീഴാൻ കാരണം. യേശുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് നമ്മൾ പലപ്പോഴും പാപത്തിൽ വീണ് സാത്താൻ്റെ അടിമകളായി മാറാൻ കാരണം. രണ്ട് സന്ദേശം കർത്താവ് നൽകുന്നു. ഒന്ന്, കർത്താവ് നമ്മുടെ മധ്യയുണ്ട്, കർത്താവ് നമുക്ക് വിജയം നൽകും, നമുക്ക് ഉന്നമതി നൽകും. രണ്ടാമത്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയാൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു കണക്ഷൻ 24 മണിക്കൂറും കർത്താവ് നൽകിക്കൊണ്ടേയിരിക്കും. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു രഹസ്യമാണ്. ഞാൻ സംഭവം ഓർക്കുകയാണ്. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ മിഷന് വേണ്ടി പോകുമ്പോൾ ഞാനും ബ്രദർ ദീപും അതിൽ ഞങ്ങളിങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യാണ്. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ലോണം ജപമാല ചൊല്ലും, പരസ്പരം വിശേഷങ്ങൾ പറയും, പൊട്ടിച്ചിരിക്കും, ഭയങ്കര ജോളിയാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം വിജാതിയരോടൊക്കെ സുവിശേഷം പറയാൻ പറ്റുന്ന ഒരു ചാൻസ് ആണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ദൈവമേ, എൻ്റെ സ്വപ്നമാണത്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പരിസരബോധം മറന്നാണ് പ്രാർത്ഥനയും പങ്കുവയ്ക്കലും പൊട്ടിച്ചിരിയും തമാശയൊക്കെ. അപ്പോൾ അനേകം അപ്പോൾ കേരളം കഴിഞ്ഞു, തമിഴ്നാട് എത്തി. അപ്പോൾ ഞങ്ങളെ പലരും ശ്രദ്ധിക്കുന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ ദൈവമേ, നോർത്ത് ഇന്ത്യയിലൊക്കെ പീഡനങ്ങളാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, ഒന്നുകൂടി കെയർഫുൾ ആയിരിക്കണം. സമയത്താണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്, നല്ലൊരു 6 അടി ഹൈറ്റുള്ള ഒരു വ്യക്തി, നല്ല സൈസ് ഉള്ളൊരു വ്യക്തി ഞങ്ങളെ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പം ഞാനും പരസ്പരം നോക്കി പറഞ്ഞു, നമ്മുടെ കാര്യം പോക്കാന്ന് തോന്നണേ, ഇയാൾ നമ്മളെ ലക്ഷ്യമിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട്, ഞങ്ങളെയാണ് നോക്കുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ വളരെ ശാന്തമായി പിന്നെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ ആ വ്യക്തി ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. ഹല്ലേലൂയ. പുഞ്ചിരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി. എൻ്റെ കർത്താവേ. അപ്പോൾ അയാൾ പറയാണ്, എൻ്റെ പേര് അലോക് ഭണ്ഡാര എന്നാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഇന്ത്യൻ പട്ടാളക്കാരനായിരുന്നു, സൈനികൻ, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ആ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. ഗ്രാമത്തിൽ വെച്ച് ഏതോ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളോട് മുന്നോട്ട് പോകുമ്പോൾ, കുടുംബ തകർച്ചയിൽ മുന്നോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ അത് വളരെ പ്രധാനമുള്ളതാണ്. ഞാൻ വലിയ യോഗ്യനൊന്നുമല്ല, പക്ഷേ ഞാൻ പ്രഘോഷിക്കുന്ന വ്യക്തി യോഗ്യനായതുകൊണ്ട് നമ്മൾ എല്ലാവരും ആ യോഗ്യതയിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മൾ യോഗ്യനാണ്, കാരണം കർത്താവാണ് നമ്മെയാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ 10,000 നമ്മുടെ ദേശത്ത് നിന്ന് നമ്മളെയാണ് കർത്താവ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മെ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ വ്യക്തി സുവിശേഷം കേട്ടു.
അനേക സുവിശേഷം കേട്ടിട്ടുണ്ട്. എന്നാൽ അലോക് ഭണ്ഡാര എന്ന പട്ടാളക്കാരൻ തൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. റോമ 10:9 യേശു കർത്താവാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു, ആദരം കൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ചു യേശു രക്ഷകനാണെന്ന്. അതിനുശേഷം ആ വ്യക്തി പറഞ്ഞൊരു അനുഭവം പറയാണ്. ജമ്മു കാശ്മീരിൽ വെച്ച് ആ വ്യക്തി ഒരു ട്രക്ക് ഓടിക്കുകയാണ്. പട്ടാളക്കാരനാണ്. കൂടെ 7 പട്ടാളക്കാരുണ്ട്. നല്ല മഞ്ഞു വീഴ്ചയും കാറ്റുമുള്ള ഒരു രാത്രി സമയം. ട്രക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. വലിയ കൊക്കകളാണ്. ഈ ട്രക്ക് ഒരു കൊക്കയിലേക്ക് അതിൻ്റെ കൺട്രോൾ തെറ്റി ഇങ്ങനെ ഞരങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊക്കയാണ്, പൊടി പോലും കിട്ടില്ല. ഈ സമയത്ത് ഈ ഭണ്ഡാര പറയുന്ന കാര്യമുണ്ട്. എൻ്റെ ഉള്ളിൽ അപ്പോൾ ദൈവത്തിൻ്റെ ആത്മ പ്രവർത്തിക്കാൻ തുടങ്ങി. നീ യേശു നാമം വിളിക്കുക, നീ യേശുവിനെ പ്രാർത്ഥിക്കുക. ആ വ്യക്തി ഒന്നും നോക്കിയില്ല, കൂടെ ആൾക്കാർ ഒന്നും നോക്കിയില്ല. ഉറക്കെ യേശുവേ, ഞാൻ അങ്ങേ കർത്താവായി സ്വീകരിച്ച മകനാണ്, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു നാമത്തെ വിളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ആ വ്യക്തി നിരങ്ങിക്കൊണ്ടി കൊക്കയിലേക്ക് മറിയാൻ പോകുന്ന ആ ട്രക്കിൻ്റെ മുന്നിൽ അവിടെയുള്ള വലിയൊരു മരം അവിടെ കടപുഴുകി വിടുകയാണ്. കരങ്ങളെത്തി പറയാൻ ഞാൻ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു 43:16 പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ആ ട്രക്ക് ആ മരത്തിൽ ഇടിച്ച് നിൽക്കുകയാണ്. അവിടെയുള്ള 7 വ്യക്തികളും ഇപ്രകാരമാണ്, 7 പട്ടാളക്കാർ കൂടെയുണ്ട്. അവർ ഇപ്രകാരമാണ് പറഞ്ഞത്, നീ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വിളിച്ച് യേശുവേ, 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 തകർച്ചകളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ ഷിനോജ് ബ്രദറെ? നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ട് എന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു. അതിനുശേഷം വചനപ്രഘോഷത്തിലേക്ക് മതി എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾക്കുള്ള കണ്ണുനീരുകളെ കർത്താവ് കാണുന്നുണ്ട്. ഇന്ന് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ശക്തി എനിക്ക് ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ആരാധന, ആരാധന. കരമടിച്ച് പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി സകല മക്കളുമേ വ്യാപരിക്കുന്നു. ജോജിച്ചിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, രാക്ഷസിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, അഭിഷിക്ത കൂട്ടാമിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ. കരമടിച്ച് ആത്മാവിൽ മൂവ് ചെയ്ത് ചലിച്ച് ശക്തിയോടെ അഭിഷേകത്തോടെ ആടിപ്പാടി സ്വർഗീയതാതന്റെ സമ്മാനമേ, ദൈവകുമാരന്റെ വാഗ്ദാനമേ. സ്വർഗീയതാതന്റെ സമ്മാനമേ, ദൈവകുമാരന്റെ വാഗ്ദാനമേ. തിരുസഭ തന്നിൽ ഉണർവേഗ അണയൂ പരിശുദ്ധാത്മാ. തിരുസഭ തന്നിൽ ഉണർവേഗ അണയൂ പരിശുദ്ധാത്മാ. കൃപമഴയാ ഊഹാഗതനാകുന്നു. കാറ്റായി കൃപമഴയാ ഊഹാഗതനാകുന്നു. സഹായകനാത്മാവേ വാസം ചെയ്യണമേ. സഹായകനാത്മാവേ വാസം ചെയ്യണമേ. ഇരുവശങ്ങളിലേക്കും കൈകളടിച്ച് ആത്മാവിൽ കർത്താവിനെ ആരാധിച്ച് ആടിപ്പാടി അഭിഷേകത്താൽ മൂവ് ചെയ്ത് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ഭവനങ്ങളെ കർത്താവിനെ തുറന്നു കൊടുക്കുക, വേദനകളെ തുറന്നു കൊടുക്കുക, പ്രതിസന്ധികളെ ഏൽപ്പിക്കുക. ഓ പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ. അത്യുന്നതനാം റൂഹായേ, കന്യാമേരിയിൽ നിറഞ്ഞവനേ. അത്യുന്നതനാം റൂഹായേ, കന്യാമേരിയിൽ നിറഞ്ഞവനേ. വചനം മാംസമായി മന്നിതിൽ വരുവാൻ ആഗതനായൊരു ആത്മാവേ. വചനം മാംസമായി മന്നിതിൽ വരുവാൻ ആഗതനായൊരു ആത്മാവേ. ഈ കാറ്റാ കൃപമഴയാ ഊഹാഗതനാകുന്നു. ഈ കാറ്റാ
നിത്യസഹായകനാത്മാവേ വൃത്തിൽ വാസം ചെയ്യണമേ. നിത്യസഹായകനാത്മാവേ വൃത്തിൽ വാസം ചെയ്യണമേ. വൃത്തിൽ വാസം ചെയ്യണമേ. യേശുവിന്മേൽ പ്രാവായി പറന്നു വന്നവനെ. യോർദാൻ നദിയിൽ യേശുവിന്മേൽ പ്രാവായി പറന്നു വന്നവനെ. ഭൂമിയിലെ പരീക്ഷയിൽ വിജയം നൽകിയൊരാത്മാവേ. മരുഭൂമിയിലെ പരീക്ഷയിൽ വിജയം നൽകിയൊരാത്മാവേ. കാറ്റാ കൃപമഴയാ തീക്കാറ്റായി കൃപമഴയായി ൂഹാഗതനാകുന്നു. കാറ്റായി കൃപമഴയായി ൂഹാഗതനാകുന്നു. കാറ്റായി കൃപമഴയായി ൂഹാഗതനാകുന്നു. നിത്യസഹായകനാത്മാവേ വൃത്തിൽ വാസം പരിശുദ്ധാത്മാവിനെ വാസം ചെയ്യണമേ. നിറയട്ടെ നിറയട്ടെ എന്നിൽ നിറയട്ടെ നിറയട്ടെ ശുദ്ധാത്മശക്തി നിറയട്ടെ നിറയട്ടെ എന്നിൽ നിറയട്ടെ. ശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധാത്മാവിനെ ദാഹിക്കുക. ഇപ്പോൾ ദാഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഈ ജ്വാലകൾ ഇറങ്ങി വരട്ടെ. ഫയർ അനോയിന്റിംഗ് ഗ്ലോറി, അഭിഷേകം ഇറങ്ങി വരട്ടെ. മുന്നോട്ട് പോകാൻ ആത്മശക്തി പകരപ്പെടട്ടെ. സകല നിരാശയുടെ ദുഃഖത്തിന്റെ ലോകത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. അഭിഷേകം ഇറങ്ങി വന്ന് ദുഃഖങ്ങൾ തകർക്കട്ടെ. അഗ്നി ഇറങ്ങി വന്ന് അഗ്നി ഇറങ്ങി വന്ന് രോഗപീഠകൾ നിർവീര്യമാക്കപ്പെടട്ടെ. അഭിഷേകത്താൽ ദുഃഖങ്ങൾ തകരട്ടെ. ആരാധിക്കുന്ന കാറ്റാ കൃപമഴയാ ഹോളി സ്പിരിറ്റ് ൂഹാഗതനാകുന്നു. ധൈര്യത്തിന്റെ ആത്മാവ് കർത്താവ് ഇപ്പോൾ നൽകുന്നു. കാറ്റായി കൃപമഴയാ ഞാൻ നിന്റെ കൂടെയുണ്ട്. ൂഹാഗതനാകുന്നു. നിത്യസഹായകനാത്മാവേ പരിശുദ്ധാത്മാവേ വാസം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ ചിറകടിയാണ്. ചിറകടി ശബ്ദം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് റൂഹ കാറ്റായി നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരികയാണ്. വർഷങ്ങളായി നമ്മുടെ ഹൃദയം അനുഭവിക്കുന്ന വേദനകളിലേക്ക്, ദുഃഖത്തിലേക്ക്, സ്നേഹരാഹിത്യത്തിലേക്ക്, ഭയത്തിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, ഒരു പ്രതീക്ഷയുടെ വാക്ക് പോലും കേൾക്കാത്ത അവസ്ഥകളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. പുതുജീവനായി കടന്നു വരുന്നു. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. റിസീവ് ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കണമേ. ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ പരിശുദ്ധാത്മാവേ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കണമേ. പൊതിഞ്ഞു നിൽക്കണമേ. അഭിഷേകത്തിന്റെ മേലകിയാൽ പൊതിയണമേ. ഈ ലോകത്തിൽ നിന്ന് വേർപാട് നൽകി, അശുദ്ധിയിൽ നിന്ന് ഞങ്ങൾ വേർപാട് നൽകി, സ്വർഗത്തിന്റെ വിശുദ്ധിയിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാൻ കൃപ നൽകണമേ. ദിവ്യകാന യേശു ഇത് അനേക മക്കളെ ആശീർവദിക്കുന്നതായി കാണിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ശക്തി ഇപ്പോൾ വെളിപ്പെടുന്നു. നമ്മൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ അഗ്നി ശരീരം മുഴുവൻ ഇപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി നന്ദി പരിശുദ്ധമേ
അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ചില മുഴകളെ കർത്താവ് ഇപ്പോൾ അപ്രത്യക്ഷമാക്കുന്നു, നിർവീര്യമാക്കുകയാണ്. ഈശോയെ, കുടൽ ചുങ്ങിപ്പോയ ഒരു രോഗിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ എഫക്റ്റ് ആവുന്നില്ല. ഇപ്പോൾ സൗഖ്യമാണ്. സ്വീകരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. സൗഖ്യമാണ്. സ്വീകരിക്കുക. മൂക്കിൽ ദശ വളരുന്ന ഒരു രോഗിയെ കർത്താവ് സ്പർശിക്കുന്നു. സൗഖ്യം. ശ്വാസ തടസ്സമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. സൗഖ്യം നൽകുന്നു. നന്ദി. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. പരിശുദ്ധ പരമദിവ്യകാനീശോയ്ക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ വചനം വീണ്ടും കർത്താവിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവ് ഉണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ വേദനകളുടെ മധ്യേ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ, അടുക്കളയിലിരുന്നും ബെഡ്റൂമിലിരുന്നും നമ്മൾ ബസ്സിലിരുന്ന് പോകുമ്പോഴെല്ലാം നമ്മുടെ കണ്ണുകൾ പലപ്പോഴും നിറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ വേദനകൾ ഓർക്കും. ഭർത്താവിൽ നിന്ന് ഒരു നല്ലൊരു വാക്ക് കിട്ടിയിട്ട് എത്ര കാലമായി, ഭാര്യയിൽ നിന്ന് ഒരു നല്ലൊരു സ്വാതന്ത്ര്യത്തിൻ്റെ വാക്ക് കിട്ടിയിട്ട് എത്ര കാലമായി. എത്ര കാലമായി ഒന്ന് ആനന്ദിച്ചിട്ട് വിഷമിക്കേണ്ട. കർത്താവ് അതിന് ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്നാകട്ടെ എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ആർപ്പോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാനൊരു വചനഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം, അവിടെ 35 മുതൽ 40 വാക്യങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വചനം എന്താണ് പറയുന്നത്? അവിടെ കർത്താവ് തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്നത്, നമുക്ക് അക്കരയ്ക്ക് പോകാം. നമുക്ക് എവിടേക്ക് പോകാം? അക്കരയ്ക്ക് പോകാം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. എന്ത് യാത്രയാണ്? അതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ്. അതിൽ പ്രതിസന്ധികളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്, ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്. എന്നാൽ മറന്നു പോകാത്തൊരു രഹസ്യമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കർത്താവ്. അവിടെ പിന്നിലിരിക്കുന്ന ദമ്പതികളോട് കർത്താവ് വീണ്ടും പറയുകയാണ്, ഒരു സന്ദേശമാണ്, സ്വീകരിച്ചോ. ബുധനോടാണ്. യെസ്, കർത്താവ് കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരുമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ തോണി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വിശ്വാസ യാത്രയാണത്. നമ്മുടെ യാത്രയാണ്. ഇടർച്ചകളും ഉയർച്ചകളും എല്ലാം ഉണ്ട് യാത്രയിൽ. യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരുടെ കൂടെ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. യേശു ഉണ്ടായിരുന്നു. യേശു തന്നെയാണ് നിർബന്ധിച്ചത്, നിങ്ങൾ അക്കരയ്ക്ക് നമ്മൾ ഒരുമിച്ച് പോകണം. അങ്ങനെ യേശു പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ശിഷ്യന്മാർ 4:37 വചനം, അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ എപ്പോൾ? യേശു കൂടെയുള്ളപ്പോൾ കൊടുങ്കാറ്റുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭാമക്കളാണ്. യേശു കുർബാനയിൽ ജീവിക്കുന്ന മക്കൾ, വാഗ്ദാനത്തിൻ്റെ മക്കളാണ് നമ്മൾ. ദിവ്യഗാനേശു നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധാത്മാക്കൾ കൂട്ടായ്മയിലാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന മക്കൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരു സന്ദേശം കർത്താവ് തരുന്നു. ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയോട് വന്നിട്ടുണ്ട്. കർത്താവ് ആ മകനെ സ്പർശിക്കുന്നു. എന്തോ ഒരു വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ? എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ബിസിനസ് തകർന്ന് തരിപ്പണമായി? എന്തുകൊണ്ട് എൻ്റെ മക്കൾ എന്നെ വിട്ടു പോയി? എന്തുകൊണ്ട് അനേകർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഒരു വചന കർത്താവ് നൽകുന്നു. യെശയ്യാ 43:18, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. ഈ വചനം സ്വീകരിച്ചോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സ്വീകരിച്ചോ? ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. എന്താണ് വചനം? അടുത്ത വചനം പറയാണ്, ഞാൻ നിങ്ങൾക്കായി വിജനദേശത്ത് ഒരു പാത ഒരുക്കാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് നമ്മെ ഇതാ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഒന്നുമില്ലായ്മയിൽ. ഞാൻ ഓർക്കുന്ന സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫുൾ ടൈമർ ആണല്ലോ. അപ്പം ഞാൻ കർത്താവോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജോണി ബദൽ എന്താണെന്നറിയണം, ഞാൻ ഫുൾ ടൈമറാണ്. കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ശുശ്രൂഷയോ സാമ്പത്തികമായ എൻ്റെ ഒരു ആവശ്യമോ ഞാൻ ആരോടും ചോദിക്കില്ല. ഹല്ലേലൂയ.
ഉഷേച്ചി ഞാൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തു കർത്താവിനോട്. ഞാൻ മുന്നോട്ട് പോയാണ്. അപ്പം എനിക്ക് ജീവിത പങ്കാളി മക്കളെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, എല്ലാം കർത്താവ് നടത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. തുടക്ക കാലഘട്ടങ്ങളിലെല്ലാം കർത്താവ് ചില പരിശോധനകളെല്ലാം അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റില്ല. 2 അനുഭവം ഞാൻ പറയാണ്. ഞാൻ ഒരു വലിയൊരു റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ റീജിയണൽ മാനേജറൊക്കെ ആയിട്ടാണ് ജോലി റിസൈൻ ചെയ്തത്. പക്ഷെ റിസൈൻ ചെയ്തു, കർത്താവ് പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ പരിശോധനകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു ദിവസം ഞാനും എൻ്റെ വൈഫും കൂടി ബൈക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ പേഴ്സിൽ എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഈ സമയത്ത് വൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കുറവൊന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഒരു കുറവ് അനുവദിച്ചിട്ടില്ല. സമയത്താണ് മീൻ വിൽക്കുന്ന ഒരു ഷോപ്പിന് മുമ്പിലൂടെ പോവാണ് ബൈക്ക്. അപ്പോൾ വൈഫ് എന്നോട് പറയാണ്, കുറച്ച് മീൻ മേടിച്ചേ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഞാനത് മൈൻഡ് ചെയ്തില്ല. കാരണം എന്താണ്, മീൻ മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ അപ്പോൾ ഇല്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തേങ്ങൽ ഉയർന്നു, കർത്താവേ 1 കിലോ മീൻ മേടിക്കാൻ പോലും പൈസ ഇല്ലല്ലോ, അങ്ങേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വൈഫ് 2 പ്രാവശ്യം പറഞ്ഞു, പിന്നെ അവൾ മിണ്ടിയില്ല. ഞാൻ വീട്ടിലെത്തി, ഞാൻ യാത്ര കഴിഞ്ഞു, ഞാൻ കുളിക്കാൻ കയറി. അപ്പോൾ വൈഫ് വന്ന് ഡോറും അടിക്കുകയാണ്, ചേട്ടാ നമ്മുടെ അസീസി പ്രേ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഞാൻ അസീസി പ്രേ ഗ്രൂപ്പോ, എന്താണ് ആവശ്യം? അപ്പോൾ ഞാൻ വേഗം കുളി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, ബ്രദർ ICC പ്രേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഉല്ലൂരുള്ളൊരു പ്രേ ഗ്രൂപ്പാണ്. അവരുടെ ഒരു മെയിൻ ബിസിനസ് മീൻ കച്ചവടമാണ്. ഹല്ലേലൂയ. മീൻ കച്ചവടമാണ് അവർക്ക്. മാത്രമല്ല അവർക്ക് മിനിസ്ട്രി ഉണ്ട്, ശുശ്രൂഷയുണ്ട്. അവരങ്ങനെയാണ്, 2 കാര്യമുണ്ട്. അപ്പോൾ അവർ ഒരു കിറ്റിൽ 2 കിലോ മീനായിട്ട് വന്നേക്കാണ്. ബ്രദർ, ഞങ്ങൾ മീൻ കച്ചവടം ഇന്ന് കഴിഞ്ഞു, അപ്പോൾ ഞങ്ങൾക്കൊരു പ്രേരണ, ബാലൻസ് ഉള്ളത് ബ്രദറിന് കൊണ്ടുവന്ന് തരാൻ ഞങ്ങൾക്കൊരു പ്രേരണ ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ചെറിയ കാര്യമാണ്, നിങ്ങൾ വിചാരിക്കും ലക്ഷങ്ങളുടെ കാര്യമാണ്. ഇതിലൂടെയും കർത്താവിന് നമ്മെ നടത്താൻ സാധിക്കും. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ കർത്താവ് നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നെന്ന് വിളിച്ചേ യേശുവേ. മറ്റൊരു സംഭവം, ഞാൻ എൻ്റെ മകനെയും കൂട്ടി ഞാൻ ഇങ്ങനെ കോളേജിൽ പോവുകയാണ്. എൻ്റെ +2 കഴിഞ്ഞു, കോളേജിൽ പഠിക്കണം. എൻ്റെ ഒരു ആഗ്രഹമാണ് അവൻ നല്ല കോളേജിൽ പഠിപ്പിക്കണം. കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ പൈസയില്ല. അപ്പോൾ ഞാൻ ബ്രദർ ദീപുണ്ട് എൻ്റെ കൂടെ. ദീപ് ചോദിക്കുക, എന്താണ് പരിപാടി? കർത്താവ് വഴി തുറക്കും മോനെ, നീ ധൈര്യം മാറ്റിയിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ, അപ്പോൾ വലിയൊരു കോളേജാണ്, സഹൃദയ എന്ന് പറഞ്ഞ വലിയ കോളേജുണ്ട് രൂപതയുടെ. അവിടെ പഠിക്കണ ലക്ഷങ്ങളാണ്. അപ്പോൾ ഞാൻ മകനെയും കുട്ടി അവിടെ പോയി. അപ്പോൾ അച്ഛൻ പരിചയപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, ബ്രദറിൻ്റെ മകൻ ഇവിടെ സീറ്റ് കൊടുത്തിരിക്കും ഞങ്ങൾ. പക്ഷെ എന്താ, സീറ്റ് കൊടുക്കും, പൈസ കൊടുക്കണം, ലക്ഷങ്ങളാണ്. സമയത്ത് എവിടുന്ന് പൈസ? സമയത്ത് പ്രിയപ്പെട്ട ഞാൻ പ്രിൻസിപ്പളിൻ്റെ റൂമിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു കോൾ വരികയാണ്. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു ചേച്ചിയും. ആ ചേച്ചി എന്നെ കോൾ വിളിക്കുകയാണ്. ഞാൻ ആ ചേച്ചിയുടെ ഫോൺ എടുത്തു. ഞാൻ ജസ്റ്റ് അച്ഛനോട് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പുറത്തേക്ക്, ഒരു ഫോൺ ആണ്, അത്യാവശ്യ കോളാണ്. ഞാൻ പുറത്ത് കിടന്നു. ആ ചേച്ചി ചോദിക്കുകയാണ്, എവിടെയാണ്? ഞാൻ കോളേജിലാണ്, മകനെ അഡ്മിഷനാണ്. എന്താണ് പരിപാടി? ഇപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ലോണൊക്കെ നോക്കണം. അപ്പോൾ നല്ല ഹൃദയമുള്ള കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകളായ ആ ചേച്ചി എന്നോട് പറയുകയാണ്, മോനെ നിൻ്റെ മകനെ കർത്താവ് പഠിപ്പിക്കും, ഒരു ലോണും വേണ്ട, അവൻ്റെ ഫീസ് ഞാൻ അടച്ചിരിക്കും. കാര്യങ്ങളെത്തി പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ മകൻ അവിടെ പഠിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും കർത്താവ് വിശ്വസ്തനാണ്. എന്താണ് കാരണം? നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. നിന്റെ വഞ്ചിയിൽ കടലിൽ തിരമാലടിച്ചു. വചനം പറയാണ്, ഒരു വലിയ കൊടുങ്കാറ്റ്, തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട ശിഷ്യന്മാർ വിചാരിച്ചു, ഇപ്പോൾ അത് മുങ്ങത്തില്ല, കാരണം അതിൽ യേശു വാഴുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മുടെ വഞ്ചി മുങ്ങില്ല ബ്രദർ, വഞ്ചി മുങ്ങില്ല, കാരണം യേശു അവിടെയുണ്ട്. പക്ഷെ യേശുവിന് പ്രത്യേകതയുണ്ട്. യേശു അവിടെ എന്ത് ചെയ്യാറും? യേശു അവിടെ ഉറങ്ങായിരുന്നു. നമ്മുടെ ഭവനത്തിൽ യേശു ഉണർവോടെ പ്രവർത്തിക്കുന്ന സമയമുണ്ട്, ഉറങ്ങുന്ന സമയമുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രതിസന്ധി വരുമ്പോൾ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, ഇപ്പോൾ തകരും കുടുംബം, ഇപ്പോൾ ഡൈവോഴ്സ് ആയിരിക്കും, ഇപ്പോൾ ക്യാൻസറാണ്, ബയോപ്സി റിപ്പോർട്ടാണ് വന്നത്, ഇപ്പോൾ പ്രതിസന്ധിയാണ്. തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ
പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ, വേദനകൾ ആഞ്ഞടിക്കുമ്പോൾ, ഉറക്കമില്ലാത്ത രാത്രികൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. കാരണം നമ്മുടെ മധ്യേ, നമ്മുടെ നൗകയിൽ നമ്മുടെ കർത്താവ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെ വിളിച്ച് ഉണർത്തുക, അതിൽ പരിഹാരം ഉണ്ടായിരിക്കും. കരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുവേ, 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 യേശുവേ. ഒരു സാമ്പത്തികമായ തകർന്ന ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ ഇറങ്ങി വന്നത് ഞാൻ വ്യക്തമായി കാണുന്നു. നിങ്ങൾക്കത് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. കർത്താവ് ഈ സമയം എന്താണ് ചെയ്തത്? യേശു ഉണർന്നു. അവർ ഉണർത്തി. യേശു ക്രിസ്തുവിന് ഉറങ്ങാനും പറ്റും, ഉണരാനും പറ്റും. നമ്മൾ ഉണർത്തണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ മങ്ങിയിരിക്കരുത്, നിരാശപ്പെട്ടിരിക്കരുത്. മുട്ടിമേ നിൽക്കണം, കരങ്ങൾ ഉയർത്തണം, യേശുനാമം വിളിക്കണം, പൊട്ടിക്കരയണം, കർത്താവിന്റെ വചനങ്ങൾ ഏറ്റുപറയണം, അവന്റെ നാമത്തെ മുറുകെ പിടിക്കണം. റിസൾട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ കർത്താവ് ഉണർന്ന് എന്ത് ചെയ്തു? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റു ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ഹല്ലേലൂയ. കർത്താവ് എഴുന്നേൽക്കും. നമ്മുടെ പ്രതിസന്ധികളിൽ കർത്താവ് എഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട്. അതെപ്പോഴാണ്? നമ്മൾ വിശ്വാസത്താൽ എഴുന്നേൽക്കുമ്പോഴാണ്. നമ്മൾ പരിശുദ്ധാത്മന ശക്തിയാൽ, നിരാശയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവശക്തിയാൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമം വിളിക്കാൻ തുടങ്ങുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടെ പങ്കെടുക്കാൻ തുടങ്ങുമ്പോൾ, ജപമാല വിശ്വാസത്തോടെ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, വചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശു എഴുന്നേൽക്കുകയാണ്. യേശു എഴുന്നേൽക്കുന്ന വെറുതെ അല്ല. അവൻ ദുഷ്ടനെ ശാസിക്കും, നമ്മുടെ രോഗപീഠകളെ ശാസിക്കും, നമ്മുടെ സാമ്പത്തിക തകർച്ചകളെ അവൻ ശാസിക്കും, നമ്മുടെ കുടുംബ തകർച്ചകളെ ശാസിക്കും. യേശു വരുന്നത് 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് നമുക്ക് രക്ഷ നൽകാനാണ് യേശു കടന്നു വരുന്നത്. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരശക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എഴുന്നേൽക്കും, കർത്താവ് എഴുന്നേൽക്കും. വലതുകരമെത്തി ശക്തിയോടെ ദീപു ഒരു നിമിഷം എല്ലാവരും ശബ്ദം എത്തി പറയണം, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും, എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഇപ്പോഴുള്ള എൻ്റെ പ്രതിസന്ധികളെ യേശു ശാസിക്കും. ഇപ്പോഴുള്ള രോഗപീഠകളെ യേശു സൗഖ്യം നൽകും. യേശു അത്ഭുതങ്ങൾ ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉദ്ദേശിക്കും. രണ്ടാമത്, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വാഗ്ദാനത്തെ നമ്മൾ കൂടെ കൂടെ ഓർക്കണം. പരിശുദ്ധാത്മാവ് ഇപ്പൊ നമ്മളിങ്ങനെ വചന ശുശ്രൂഷയൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എത്രയോ കാര്യങ്ങൾ വേറെയുണ്ട് അല്ലേ? എത്രയോ ജോലി ഇവിടെ ചെയ്യാം, എത്രയോ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യാം അല്ലേ? വീട്ടിൽ ഒത്തിരി പണി കഴിഞ്ഞിട്ടല്ലേ ഇവിടെ വന്നേണ്ടത്. എത്ര കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഞാൻ ഓർക്കുന്ന സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ധ്യാനത്തിനൊരു ട്രിവാൻഡ്രത്ത് നിന്നുള്ളൊരു ജോസഫ് എന്ന് പറഞ്ഞൊരു വലിയ തുറ സൈഡിൽ നിന്നുള്ളൊരു ബ്രദർ വന്നു കഴിഞ്ഞാൽ സ്തുതിപ്പൊക്കെ ഉണ്ടല്ലോ, സ്തുതിപ്പൊക്കെ അതുപോലെ ജിൽജിലാണ്, അതുപോലെ സ്തുതിപ്പ്, പാട്ട്, ആരാധന. ഞങ്ങൾക്ക് തന്നെ ആ മകനോട് വല്ലാത്ത. അപ്പോൾ കൂടെ വന്ന കുറേ പേര് പറയും, നിനക്ക് വല്ല പ്രാന്തുണ്ടോ, കുറച്ചൊന്നും അടങ്ങിയിരുന്നോടെ. അടങ്ങിയിരിക്കില്ല. ഗ്രേസ് ചേച്ചി പാട്ട് പാടിയപ്പോൾ തുള്ളി ചാടിയോ? കർത്താവ് ഇഷ്ടപ്പെടുന്നുണ്ടത്. ഇതുപോലെ കർത്താവിന് പ്രതികരിക്കുകയാണ് ഈ ജോസഫ് പുത്രൻ. പ്രതിഫലമുണ്ട്. അങ്ങനെ ജോസഫ് പുത്രൻ്റെ ജീവിതത്തിൽ സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? ഓക്കി കൊടുങ്കാറ്റ് കേട്ടിട്ടുണ്ടോ? ഓക്കി കൊടുങ്കാറ്റ് കേട്ടോ? സ്ഥിതി കേട്ടിട്ടുണ്ടോ? ഓക്കി കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. ഈ സമയത്ത് ജോസഫിൻ്റെ അളിയനും കൂടി ബോട്ടിൽ മീൻ പിടിക്കാൻ പോയി. എത്ര കിലോമീറ്റർ ഉള്ളിലേക്ക് പോകും? 40 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകും. മീൻ പിടിക്കാൻ പോയ സമയത്താണ് ഓക്കി കൊടുങ്കാറ്റ് വീശി. അനേകരും മരിച്ചു പോയിട്ടുണ്ട് ആ കൊടുങ്കാറ്റിൽ. ഈ സമയത്ത് ഇവരുടെ ബോട്ടും ഇവരുടെ വഞ്ചിയും മറഞ്ഞു. വഞ്ചി മറഞ്ഞു. 2 പേരാണ്, ഇവരും വേറൊരുത്തനുണ്ട്. അങ്ങനെ ജോസഫും ഈ വ്യക്തിയും മറഞ്ഞ വഞ്ചിയിൽ തൂങ്ങിക്കിടക്കാണ്. അപ്പൊ രാത്രി സമയം കഴിഞ്ഞു പോയി, കാറ്റ് ഓതുന്നു. സമയത്ത് ഇവർ പ്രതീക്ഷയിൽ തൂങ്ങിക്കിടക്കാണ്. പ്രതീക്ഷയിലാണ്. ജോസഫ് ബുദ്ധന് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം
എന്താണ് പ്രതീക്ഷ? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിസ്സാര കളിയിലെ പ്രിയപ്പെട്ടവരെ, ICU മുറിയിൽ കിടക്കുമ്പോഴും കർത്താവ് അവസരം, ആർക്കാണ് അവസരം വരാമെന്ന് പറയാൻ പറ്റില്ല. പ്രതിസന്ധികൾ വരും, എന്നാൽ കർത്താവ് കൂടെയുണ്ട്. ഞെരുക്കങ്ങൾ വരും, കർത്താവ് കൂടെയുണ്ട്. ഞാൻ ICU മുറിയിൽ കിടന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ വഞ്ചിയിൽ തൂങ്ങിക്കിടക്കാണ്. 18 മണിക്കൂർ കഴിഞ്ഞു. 18 മണിക്കൂർ സമയം കൂടെയുള്ള ചേട്ടൻ പറഞ്ഞേ, ജോസഫേ പറ്റുന്നില്ലടാ, പറ്റുന്നില്ല, ഞാൻ പോവാണ് കേട്ടോ. എൻ്റെ ഭാര്യയോട് പറയണം, നീ അവളോട് പറയണം. ഇതാ അയാൾക്ക് പറ്റുന്നില്ല, പിടിച്ചൊക്കെ വേനം. 18 മണിക്കൂർ കഴിഞ്ഞു, ക്ഷീണായി, ഈ കൈ ഇങ്ങനെ ഇതായി തളർന്നു. പതുക്കെ പതുക്കെ ആടിയുടെ അഗാധങ്ങളിലേക്ക് പോയി. എന്നാൽ ജോസഫ് എന്ന മകൻ വീണ്ടും 1.5 ദിവസം അത് തൂങ്ങിക്കിടുന്നു. കാരണം എന്താണ്? അവൻ പ്രാപിച്ച അഭിഷേകം അവന് വേണ്ടി ശക്തി പ്രവർത്തിച്ചു. കരങ്ങളെത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അഭിഷേകമായി വ്യാപരിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഒരു ദിവസം അനുഗ്രഹമായി മാറും. സ്വീകരിക്കുന്നവരിൽ ജോസഫ് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അനേകർ അന്ന് കടലിൽ മരിച്ചു വീണു. എന്നാൽ ഈ സഹോദരൻ 3 ദിവസം തൂങ്ങിക്കിടുന്നു വഞ്ചിയിൽ. കാരണം അവന് ഉറപ്പായിരുന്നു, എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. എൻ്റെ മറഞ്ഞു കിടക്കുന്ന വഞ്ചിയിലും അമ്പരത്ത് യേശു ഉണ്ട്. അവിശ്വാസം അവനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. വിശ്വസിക്കുന്നവർ 2 കരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുവേ. രണ്ടാമത്തെ ചിന്ത പ്രകാരമാണ്. എന്താണ്? യേശു നമ്മുടെ മധ്യയുണ്ട്. നമുക്ക് അജ്ഞാതനാവണം. എപ്പോഴാണ് യേശു നമുക്ക് അജ്ഞാതൻ? നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കുമ്പോൾ. നമ്മൾ യേശുവിനെ പലപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചിന്ത അനുഗ്രഹത്തിന് പിന്നാലെ നമ്മൾ പായുന്നു. ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നു. നല്ല കാര്യം. എന്നാൽ കർത്താവ് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമുണ്ട്. മോനെ, നീ അനുഗ്രഹത്തിന് വേണ്ടി നിലവിളിക്കുമ്പോഴും, നീ പാപത്തിന്റെ സുഖത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നുണ്ട്, നിന്റെ മധ്യയിൽ ഞാൻ വസിക്കുന്നുണ്ട്. നീ എപ്പോഴോ കടന്നു പോകുന്നു. ഇന്ന് നമ്മൾ വലിയ നൊയമ്പതിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആഹ്വാനം ഇതാണ്. ഇറച്ചി, മീൻ, മദ്യമൊക്കെ പിന്നെ നോമ്പിൽ മാത്രമല്ല, ഒരിക്കലും കഴിക്കരുത്. അത് കെണിയാണ്. ഇന്ന് അനേകർ ആ സമയത്ത് മാത്രം ഒഴിവാക്കും. അത് വെറുതെ കടാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഇറച്ചിയും മീനൊന്നും കഴിക്കാതെ ഇരുന്നിട്ട് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് കടുത്ത വെറുപ്പിലും ഭാര്യയുടെ അടുത്ത് കടുത്ത ദ്രോഹത്തിലും എല്ലാ കൂട്ടുകാരെയും വഞ്ചിച്ച് പറ്റിച്ച് നടന്ന് നോമ്പെടുത്ത് 10 പൈസയ്ക്ക് ഗുണമുണ്ടാകുകയില്ല എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. സ്വീകരിക്കുന്നവർ കാര്യങ്ങളെത്തി പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ മാറ്റം വരേണ്ട സമയമായി. നോയമ്പ് എങ്ങനെ എടുക്കണം? എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? എൻ്റെ ശരീരത്തിന്മേലാണോ നിയന്ത്രണമില്ലാത്തത്? നമ്മൾ എഴുതി വെക്കണം. ഈ ബുധനാഴ്ചയ്ക്കുള്ളിൽ എഴുതി വെക്കണം. എവിടെയാണ് ഞാൻ വീണ്ടും പോകുന്നത്? സ്നേഹത്തിലാണോ? പ്രലോഭനങ്ങളിലാണോ? ദേഷ്യപ്രകൃതിയിലാണോ? ജഡത്തിൻ്റെ വ്യാപാരത്തിലാണോ? സമ്പത്തിനോട് അമിതമായ ആസക്തിയാണോ? മറ്റുള്ളവരോടുള്ള പെരുമാറ്റ ദൂഷ്യമാണോ? ഭർത്താവിനോട് ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? അലസതയാണോ? എന്താണോ? അത് എഴുതി വയ്ക്കുക. അതിൻ്റെ വിടുതലിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിനോട് ഒരു മൽപ്പിടുത്തം നടത്തുക. ഇതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥ നോയമ്പ് ജീവിതം. അതിനുശേഷം ഉച്ചിതനായ യേശു നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് അജ്ഞാതനാണ്. എന്താണ് കാരണം? നിന്റെ പാപത്തിന്റെ സുഖത്തിന് വേണ്ടി നീ എന്നെ മറച്ചു വെച്ചു. പക്ഷെ ഞാൻ ഒരിക്കലും മറഞ്ഞു നിൽക്കുന്ന ദൈവമല്ല. ഞാൻ പ്രകാശനായ ദൈവമാണ്, പ്രകാശിതനായ ഉത്ഥാനത്തിന്റെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനഭാഗം കൂടി കർത്താവ് തരികയാണ്. മത്തായി 14:22 മുതൽ 33 വരെ. അവിടെ കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയാണ്, മറുകരയ്ക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. യേശു അതിലില്ല. യേശു മലയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. വഞ്ചിയിൽ യേശു ഇല്ല. നമുക്ക് പലപ്പോഴും തോന്നും, ഞാൻ ഒറ്റയ്ക്കാണുള്ള കർത്താവേ, വീട്ടിൽ ആരും എന്നെ കൂടെ പ്രാർത്ഥിക്കാൻ പോലും ഇല്ല, വിശ്വാസം ആർക്കും ഇല്ല. യേശുവിനെ ഒറ്റയ്ക്ക് ആക്കിയിരിക്കുകയാണോ? ഒറ്റയ്ക്കല്ല. കർത്താവ് പറയാണ്, നിനക്ക് വേണ്ടി ഒരുത്തൻ കാത്തിരിക്കുന്നുണ്ട്. കർത്താവ് തന്നെയാണ്. ഇത് വഞ്ചി മുന്നോട്ട് പോകുന്നു. ഇതാ വലിയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു. വഞ്ചി മഴയാറാകുന്നു. ഈ സമയം
മത്തായി 14:25 പ്രതികൂലത്തിന്റെ മധ്യേ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് രാത്രിയുടെ 4-ാമത്തിൽ അവർ ആയിരിക്കുന്ന പ്രതിസന്ധികളുടെ മീതെ ചവിട്ടി നടന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായി കടന്നു വരികയാണ്. കരങ്ങളുയർത്തി പറഞ്ഞേനെ ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അജ്ഞാതനല്ല. യേശു നമ്മുടെ പ്രതിസന്ധിയിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതകരമായി അവർക്ക് വിടുതൽ നൽകുകയാണ്. മറ്റൊരു കാര്യം കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:8 യേശു കുർബാന സ്ഥാപിക്കാൻ പോവുകയാണ്. കുർബാന സ്ഥാപിച്ചപ്പോൾ കർത്താവ് ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. എന്താണ് പ്രവൃത്തി? യേശു താലത്തിൽ വെള്ളമെടുത്ത് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഹല്ലേലൂയ. ഇത് വലിയൊരു പ്രവൃത്തിയാണ്. ഇത് വലിയൊരു സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ കൂടെയുള്ളവരുടെ പാദങ്ങൾ കഴുകിയ നന്നായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയോ? യേശു പാദങ്ങൾ കഴുകുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, എൻ്റെ പാദം നീ കഴുകരുത്. ഈ സമയം യേശു പറഞ്ഞൊരു വചനം ഉണ്ട്, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. യേശു പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പങ്കാളിത്തമില്ല. ഹല്ലേലൂയ. യേശു പറയുന്നത്, നിനക്ക് ഷെയർ വേണോ? എൻ്റെ ഷെയർ നിനക്ക് വേണോ? എൻ്റെ പങ്കാളിത്തം നിനക്ക് വേണോ? എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, നിത്യജീവൻ, എന്നിലുള്ള സൗഖ്യശക്തി, എന്നിലുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിനക്ക് വേണോ? നിനക്ക് പങ്കാളിത്തം വേണോ? വേണമെങ്കിൽ നിന്നെ കഴുകുവാൻ എന്നെ അനുവദിക്കുക. കരങ്ങൾ ഉയർത്തി ആർപ്പോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് അനേകർക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ വേദനയുണ്ട്. അനേകർ ഞാൻ കണ്ടിട്ടുണ്ട്. എഫെസോസ് 5:26 വചനം പറയുന്നു, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നത് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കുന്നു. ഇപ്പോൾ നമ്മൾ കഴുകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ 15:3 ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങളിപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശുദ്ധീകരണം ഒരു വഴി, മറ്റൊരു ശുദ്ധീകരണമുണ്ട്. അത് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഓർക്കുക, അത് കർത്താവ് നമ്മെ കഴുകാൻ പോകുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ചോദിക്കുകയാണ്, കർത്താവ് എന്തിനാണ് നമ്മെ കഴുകുന്നത്? ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. കർത്താവ് നമ്മെ കഴുകുന്നത്, ഒരു പാത്രം എന്തിനാണ് കഴുകുന്നത്? ആ പാത്രത്തിലാണ് ശ്രേഷ്ഠമായ വിഭവങ്ങൾ വിളമ്പുന്നത്. നമ്മൾ കഴുകപ്പെട്ടില്ലെങ്കിൽ 2 തിമോത്തിയോസ് 2:20 ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, ഈ ലോകത്തിന്റെ നമ്പർ 1 വ്യക്തികളാക്കി ഉയർത്തുവാൻ കർത്താവിന് സാധ്യമാണ്. നമ്മെ ഓരോരുത്തർക്കും താലന്തുകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും കൃപകൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ കർത്താവിന് നമ്മെക്കുറിച്ച് ഉന്നതമായൊരു പദ്ധതിയുണ്ട്. ആ ഉന്നതയിലേക്ക് നമ്മെ ഉയർത്തണമെങ്കിൽ കർത്താവിന് എന്താണ് ഒരു പദ്ധതി? കർത്താവ് നമ്മെ കഴുകും, നമ്മെ വിശുദ്ധീകരിക്കും. ഈ കഴുകപ്പടിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേദനയുണ്ടാകും. മത്തായി 15:13 എൻ്റെ സ്വർഗസ്വനായ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റപ്പെടും. ചില കാര്യങ്ങൾ നമ്മിൽ നിന്ന് പിഴുതു മാറ്റപ്പെടും. ഞാൻ ഓർക്കുന്ന കാര്യം, ഞാൻ 2 പ്രാവശ്യം ഓപ്പറേഷൻ വിധേയനായപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ, അതും മുൻപും ഞാൻ ശുശ്രൂഷകനാണ്, പക്ഷെ അതിനുശേഷമാണ് ജീവിതത്തിൽ എനിക്ക് പോലും മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ആ വേദനയിലൂടെ എന്നിൽ നിന്ന് പിഴുതു മാറ്റി. കരങ്ങൾ എഴുതി പറഞ്ഞാൽ ഹല്ലേലൂയ. മോനെ അന്റോണിയോ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ചില വേദനകൾ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. ശരിയാണ്. അഞ്ജുവിൻ്റെ അമ്മ കൃത്യമായിട്ട് പറയുന്നു, വേദനകളുണ്ട്. അതെന്താണ് സംഭവം ടീച്ചറെ, ബിന്ദു ടീച്ചറെ? എന്താണ് അത്? നമ്മെ കർത്താവ് കഴുകാണ്. എന്താണെന്നറിയോ? ഒരു അനുഗ്രഹം വരുന്നുണ്ട്. ഇപ്പോഴുള്ള ഞെരുക്കങ്ങള്, തീ സഹനങ്ങള്, വേദനകള്, ആരോടും പറയാത്ത സഹനങ്ങള് എന്തിനാണ് ദൈവം അനുവദിച്ചു? ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നവരായി. എന്തിനാണ് അനുവദിച്ചിട്ടുള്ളത്? കർത്താവ് നമ്മെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹം നമ്മിലേക്ക് വർഷിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കഴുകപ്പെടുന്നില്ലെങ്കിൽ കർത്താവിന് നമുക്കത് നൽകാൻ സാധ്യമല്ല. മനസ്സിലായവർ മാത്രം കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. പോരെ അഭിഷേകത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ
ഒരു വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകാൻ പോവുകയാണ്. പൂർണ്ണമായി വിട്ടുകൊടുക്കുക. എന്താണ്? വചനം കേൾക്കുമ്പോൾ മാത്രമുള്ള വിശുദ്ധീകരണമല്ല, നമ്മുടെ കൂടെയുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന സഹനങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടലുകൾ, ഇന്നും യാഥാർത്ഥ്യമാകാത്ത സ്വപ്നങ്ങൾ, ഇതെല്ലാം ഒരു സഹനമാണ്. പക്ഷെ ഇതെല്ലാം ഒരു കഴുകപ്പെടലിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴുകപ്പെടലിലൂടെ കർത്താവ് നമ്മെ വെണ്മയുള്ളതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെണ്മയിലേക്ക് മാത്രമാണ് കർത്താവിന് ഗോൾഡൻ അനുഗ്രഹം നൽകാൻ സാധിക്കുകയുള്ളൂ. ഈ ഗോൾഡൻ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ മാത്രം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴുള്ള കഴുകപ്പെടല്, സഹനങ്ങൾ, വേദനകൾ എല്ലാം സമർപ്പിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഇപ്പോഴുള്ള സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ. ഈ കഴുകപ്പെടലിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ഇപ്പോൾ അങ്ങ് വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. കഴുകപ്പെടലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ ഞങ്ങളെ അങ്ങ് ഒരുക്കുകയാണല്ലോ വരാൻ പോകുന്ന സമൃദ്ധിയെ, അനുഗ്രഹങ്ങളെ, നന്മകളെ, കൃപകളെ, വിജയങ്ങളെ ഞാൻ വിശ്വാസത്താൽ കാണുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിനാരാധന. കരങ്ങൾ വീശി യേശുവിൻ നാമത്തിൽ ആരാധന, ആരാധന. രാജാധിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ, നൽകുന്നു ഞാനങ്ങേക്ക് ആരാധന. ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്കു തുല്യനായാരുമില്ലേ, സ്നേഹത്തോടെ നീയല്ലാതെ വേറെ ദൈവമില്ലേ. ഈശോയേ, അങ്ങേക്കു തുല്യനായാരുമില്ലേ, നീയല്ലാതെ വേറെ ദൈവമില്ലേ. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നു, നീയാണിൻ ദൈവവുമിൻ പിതാവും. കരങ്ങൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാനീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാനീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാനീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിച്ചു. സഫാനിയ 3:17. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്, നീ ഭയപ്പെടേണ്ട. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട് പരാജിതനായിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഷോട്ടിൽ തട്ടി പറഞ്ഞിട്ടുണ്ട്, മോനെ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മൾ വീഴുന്നു എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു കടന്നു വന്ന് നമ്മെ താങ്ങിയത്.
നാം ഉയർത്തിയത്, നമുക്കതെല്ലാം ഓർക്കാം. എത്രയോ അപകടങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണാവസ്ഥകളിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ വീണ്ടെടുത്തു. കർത്താവ് അത്ഭുതകരമായി നമുക്ക് സൗഖ്യം നൽകി. ഓരോ പ്രഭാതത്തിലും കർത്താവ് നമ്മെ പരിപാലിച്ചു. ഓരോ രാത്രിയിലും കർത്താവ് നമ്മെ ജീവനെ പരിപാലിച്ചു. അപമാനത്തിന്റെ മധ്യേ, വേദനയുടെ മധ്യേ നമ്മൾ വീണു പോകുമ്പോഴും യേശു ഓടി വന്ന് നമ്മെ കോരിയെടുത്തു. എന്താണ് കാരണം? അവൻ നിന്റെ മധ്യയുണ്ട്. അവൻ നിനക്ക് വേണ്ടിയാണ് മുറിയിക്കപ്പെട്ടിട്ടുള്ളത്. അവൻ നിനക്ക് വേണ്ടിയാണ് സ്വർഗം വിട്ട് വന്നിട്ടുള്ളത്. ആ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. നമ്മുടെ ഭവനത്തെ സംരക്ഷിച്ച നല്ല ഇടയനെ നമുക്ക് ആരാധിക്കാം. നല്ല കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാ വിധത്തിലും നമ്മൾ വീണു പോകേണ്ടവരായിരുന്നു. എന്നാൽ കർത്താവ് യോദ്ധാവായി കടന്നു വന്ന് പിശാചിന്റെ കെണികളിൽ നിന്ന്, മാനുഷിക കെണികളിൽ നിന്ന്, എല്ലാ വിധത്തിലുള്ള പൈശാചിക പീഡകളിൽ നിന്ന്, ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന്, എല്ലാ തകർച്ചകളിൽ നിന്ന്, ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. നമ്മെ വീണ്ടും അനുഗ്രഹിച്ച് ഉയർത്തി. ഇത് നമുക്ക് നന്ദി പറയാനുള്ള അവസരമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്നോളം കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ശക്തിയോടെ കരം ഉയർത്തി അതരം തുറന്ന് അല്പസമയം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, യേശുവേ വലിയവനായ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു, 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 ഹല്ലേലൂയ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരമടിച്ച് നമ്മുടെ വീരയോദ്ധാവായ കർത്താവ് നമ്മുടെ മധ്യേ രാജാധിരാജാവായുണ്ട്. എല്ലാം മറന്ന് കരമടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ദൈവം വലിയവൻ, വലിയവനാണ്. ദൈവം വലിയവൻ. ചേർന്ന് പാടാമോ? ദൈവം വലിയവൻ, ഹല്ലേലൂയ. ദൈവം വലിയവൻ. ഒരിക്കൽ കൂടി ഗ്ലോറി. ദൈവം വലിയവൻ, ആമേൻ, ആമേൻ. ദൈവം വലിയവൻ. ഹല്ലേലൂയ. സർവശക്തനാം ദൈവം, സർവശക്തനാം ദൈവം, നമ്മുടെ ദൈവം വലിയവൻ, വലിയവൻ. സർവശക്തനാം ദൈവം, സർവശക്തനാം ദൈവം, നമ്മുടെ ദൈവം വലിയവൻ. കരമുയർത്തിയടിച്ച് ദൈവം വലിയവൻ, ആമേൻ, ആമേൻ. ദൈവം വലിയവൻ, ഹല്ലേലൂയ. ദൈവം വലിയവൻ, യേശുവേ ദൈവം വലിയവൻ. ആമേൻ, ആമേൻ. സർവശക്തനാം ദൈവം, സർവശക്തനാം ദൈവം, നമ്മുടെ ദൈവം വലിയവൻ. യേശുവേ സർവശക്തനാം ദൈവം, സർവശക്തനാം ദൈവം, നമ്മുടെ ദൈവം വലിയവൻ. ഹല്ലേലൂയ, കരവീശി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമടിച്ച് എല്ലാ നന്മകളെ ഓർക്കുക. കർത്താവിന്റെ കരുണയെ ഓർക്കുക, കരുതലിനെ ഓർക്കുക, സ്നേഹത്തെ ഓർക്കുക, കൃപയെ ഓർക്കുക. കർത്താവ് നമ്മെ ഉയർത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുക. ചെങ്കടലായാലും ഹല്ലേലൂയ. കവിഞ്ഞൊഴുകും യോർദാനായാലും, ശക്തിയോടെ കരമടിച്ച് ചെങ്കടലായാലും ആമേൻ, ആമേൻ. കവിഞ്ഞൊഴുകും യോർദാനായാലും, ഹല്ലേലൂയ. ത്തിൽ പാതയൊരുക്കി ആമേൻ. എന്നെ നടത്തും എന്റെ ദൈവം. ഹല്ലേലൂയ. ത്തിൽ പാതയൊരുക്കി Yes. എന്നെ നടത്തും കരമടിച്ച് എന്റെ ദൈവം. കരമുയർത്തിയടിച്ച് ദൈവം വലിയവൻ, അഭിഷേകത്തോടെ ദൈവം വലിയവൻ, സന്തോഷത്തോടെ ദൈവം വലിയവൻ, ഹല്ലേലൂയ. ദൈവം
വലിയവൻ ആമേൻ ആമേൻ സർവസൃഷ്ടാവാം ദൈവം സർവശക്തനാം ദൈവം എന്റെ ദൈവം വലിയവൻ ദൈവം വലിയവൻ സർവസൃഷ്ടാവാം ദൈവം ആമേൻ ആമേൻ സർവശക്തനാം ദൈവം എന്റെ ദൈവം വലിയവൻ ആരാധന കരവീശി ആരാധന 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 ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ആമേൻ ആമേൻ ആരാധന സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന ഈശോയെ കരമുയർത്തി സ്തുതിക്കുന്നു സർവശക്തനേ ശക്തിയോടെ യേശുവേ 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 നന്ദി യേശുവേ നന്ദി യേശുവേ ആരാധന 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 ഒരിക്കലും കൂടി കരമടിച്ച് നമ്മുടെ ഇടവകയോട്ട് നന്ദി പറയാം തലമുറയോട്ട് ഈ ദേശത്തെ നമ്മെ കർത്താവ് നട്ടതിനോട്ട് റാപ്സൻസിന്റെ കൺവെൻഷനോട്ട് നന്ദി പറയാം പ്രിയപ്പെട്ട ജോയിച്ചിനോട്ട് നന്ദി പറയാം എല്ലാ നന്മകൾക്കായി രോഗം നീതുമാകട്ടെ ആമേൻ, സൗഖ്യദായകൻ യേശുവുണ്ട് ഹല്ലേലൂയ രോഗം നീതുമാകട്ടെ ആമേൻ സൗഖ്യദായകൻ യേശുവുണ്ട് കൃപ രോഗം നീതുമാകട്ടെ ആമേൻ സൗഖ്യദായകൻ യേശുവുണ്ട് ഏതു മാറാരോഗം ഏതു തീരാവ്യാധിയും സൗഖ്യമാക്കും എന്റെ ദൈവം മാറാരോഗം ഏതു തീരാവ്യാധിയും സൗഖ്യമാക്കും എന്റെ ദൈവം കരമുയർത്തിയടിച്ച് ദൈവം വലിയവൻ രോഗികളെ കർത്താവ് സ്പർശിക്കുന്നു ദൈവം വലിയവൻ യേശുവേ ദൈവം വലിയവൻ ദൈവം വലിയവൻ കരമടിച്ച് ആരാധിക്കുന്നു ദൈവം സർവശക്തനാം ദൈവം ദൈവം വലിയവൻ സന്തോഷത്തോടെ ദൈവം സർവശക്തനാം ദൈവം ആമേൻ ദൈവം വലിയവൻ ശക്തി ദൈവം വലിയവൻ കരമുയർത്തി സ്തുതിക്കുന്നു ആരാധന ആരാധന ഹൃദയം തുറന്ന് നന്ദി പറയുക നന്ദി കർത്താവേ നന്ദി നന്ദി കർത്താവേ, അപ്പാ. നന്ദി പിതാവേ, നന്ദി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. നന്ദി പരിശുദ്ധാത്മാവേ. Thank you, Jesus. Thank you, Jesus. അഭിഷേകം ഇറങ്ങുന്നു അഭിഷേകം ഇറങ്ങുന്നു നന്ദി പറയുക Thanks, Holy Spirit. Fire, fire, Holy Spirit. Glory, glory, glory. അഭിഷേകം ഇറങ്ങുന്നു രക്ഷിക്കപ്പെടുക. ആരാധന 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 കൃപ 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 ഏതു മാറാരോഗവും യേശുവേ ഏതു തീരാവ്യാധിയും ഹല്ലേലൂയ സൗഖ്യമാക്കും എന്റെ ദൈവം എന്റെ അരികിൽ വന്ന് യേശുവേ എന്നെ സുഖപ്പെടുത്തും യേശുവേ എന്റെ ദൈവം വലിയവൻ. യേശുവേ ഈ സമൂഹത്തിലെ ചില വ്യക്തികളെ അടുത്തേക്ക് യേശു കടന്നു വരുന്നതാണ് ഞാൻ ആത്മാവിൽ കാണുന്നത്. ചിലർക്ക് കരയാനുള്ള കൃപ കർത്താവ് നൽകുന്നുണ്ട്. ജീവിതത്തിൽ ഇത്രമാത്രം കർത്താവ് അനുഗ്രഹിച്ചിട്ടും നന്ദി പറയാൻ സാധിച്ചില്ലല്ലോ. ഇപ്പോൾ നന്ദി പറയാൻ സാധിച്ചതിനോർത്ത് നന്ദി പറയുന്ന ചില വ്യക്തികളുണ്ട്. അവിചാരിതമായി ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുന്നതായി കാണിക്കുന്നു. ഈശോയെ നന്ദി. ഒരിക്കൽ കൂടി നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ടവരെ,
കർത്താവിൻ്റെ വചനം, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവും നിന്റെ മധ്യയുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. എന്താകും എൻ്റെ ജീവിതം? കർത്താവേ, എൻ്റെ മക്കൾ എന്താകും? എൻ്റെ ബിസിനസ് എങ്ങനെയായി എന്താവും? കർത്താവേ, ഭയപ്പെടേണ്ട. നിന്റെ നൗകയിൽ, നിന്റെ വഞ്ചിയിൽ കർത്താവുണ്ട്. അവൻ ഉറങ്ങുകയാണ്. അവനെ വിളിച്ചുണർത്തുക. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭവനത്തിൽ യേശു ഉണ്ട്, നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ട്. അവനെ ഉണർത്തേണ്ട കടമ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ ഉണർത്തുക. നമ്മുടെ വേദനകളിലേക്ക് യേശു ഇതാ കടന്നു വരികയാണ്. എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് വഴി അറിയാതെ വേദനിച്ച് നിൽക്കുന്ന ഒരു കുടുംബത്തും കർത്താവ് കാണുന്നു. കർത്താവ് അവർക്കൊരു വഴി തുറന്നു കൊടുക്കുന്നു. വിളിച്ചുണർത്തുക, യേശുവിനെ വിളിക്കുക. യേശുവിനെ വിളിച്ചുണർത്തുന്ന ഒരു മധ്യേ യേശു കടന്നു വരും. യേശു കടന്നു വരും. അവൻ കരുണയുള്ള നല്ല ദൈവമാണ്. യേശുവേ, ഇടറി വീഴും ഞങ്ങളെ, ഇരുളു മൂടിയോരിടവഴികളിൽ, ഇടറി വീഴും ഞങ്ങളെ, വഴിയൊരുക്കി വഴി നടത്തും യേശുവേ, ഇടയനല്ലോ നീ. നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്. ഇടയനല്ലോ നീ. യേശുവേ, ഇരുളു മൂടിയോരിടവഴികൾ, ഇടറി വീഴും ഞങ്ങളെ, വഴിയൊരുക്കി വഴി നടത്തും ഇടയനല്ലോ നീ. ഇടയനല്ലോ നീ. പഠന മേഖലയിൽ സാമ്പത്തികമായി പ്രത്യേകിച്ച് ഫീസ് കൊടുക്കാൻ പോലും പറ്റുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബം ഇവിടെയുണ്ട്. കർത്താവ് അവർക്കൊരു വഴി തുറന്നു കൊടുക്കുന്നതായ കർത്താവ് സന്ദേശം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശു നിശബ്ദമായി നമ്മുടെ മധ്യ ചലിക്കുന്നുണ്ട്. വേദനകളെല്ലാം കർത്താവിന് കൊടുക്കുക. ഒരു കൂട്ടുകാരനെ പോലെ കർത്താവിനോട് സംസാരിക്കുക. യേശു നമ്മുടെ മധ്യ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വചന കർത്താവ് ഇപ്രകാരം തരുന്നു യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ, അവൻ്റെ വഴികൾ ഞാൻ കണ്ടു, എങ്കിലും ഞാൻ അവനെ ആശ്വസിപ്പിക്കും. അവനെ പ്രതി നന്ദി പറയുവാൻ അനേകരുടെ ഹൃദയങ്ങളെ ഞാൻ തുറക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മക്കളെ പ്രതി നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. എന്നാൽ അവനെ പ്രതി നന്ദി പറയുവാൻ, അവനെ പ്രതി കർത്താവിന് നന്ദി പറയുവാൻ കർത്താവ് ഇത് അവസരം ഒരുക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഒരു ഗർഭിണിയെ കർത്താവ് കാണിക്കുന്നു. ഏതോ മേഖലയിൽ ഗർഭാവസ്ഥയിൽ രോഗാവസ്ഥയിലാണ്, ഭയപ്പെട്ടാണ് ഇരിക്കുന്നത്. കർത്താവ് സൗഖ്യം നൽകുന്നു. അമ്മയെയും കുഞ്ഞിനെയും കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഈശോയെ, ഈ സമയം കടന്നു വരുന്നു. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ കണ്ണുനീര് കർത്താവ് കാണുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി പിടിക്കുക. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇതാ യേശു കടന്നു വന്ന് പുതിയ കാര്യങ്ങൾ ഇതാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരിൽ കർത്താവ് ഇതാ അപ്പോൾ തന്നെ ചില ചെടികൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ആ കരങ്ങളെ കൊടുക്കുക. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവരുടെ നന്മയെ, വരാൻ പോകുന്ന നന്മയെ വിശ്വാസത്താൽ കാണുക. നമ്മുടെ മക്കളെ കുറിച്ച് വേദനിക്കുന്ന അമ്മമാർ അവർ വരാൻ പോകുന്ന നന്മകളെ കാണുക. നമ്മുടെ ദേശത്തിന്റെ മേലുള്ള കെട്ടുകൾ അഴിച്ച് കർത്താവ് നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുന്ന വിശ്വാസത്തോടെ കാണുക. ഈ കൂട്ടായ്മയിലേക്ക് ആയിരങ്ങൾ കടന്നു വരുന്നത് നിങ്ങൾ വിശ്വാസത്തോടെ കാണുക. ധാരാളം ദൈവ വിളികൾ ലഭിക്കുന്നത് വിശ്വാസത്തോടെ കാണുക.
നമ്മൾ ചെയ്യുന്ന വരുമാന മാർഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന വിശ്വാസത്തോടെ കാണുക. പാപ സ്വഭാവങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നത് വിശ്വാസത്തോടെ കാണുക. ഭാര്യയും ഭർത്താവും മക്കളും അനുഗ്രഹിക്കപ്പെട്ട് അനുരഞ്ജനത്തിൽ പരസ്പരം സ്നേഹിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധകുർബാനയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുന്നത് വിശ്വാസത്തോടെ കണ്ടുകൊണ്ട് രണ്ട് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊടുങ്കാറ്റുകളെ ശാസിക്കുന്നു, തിരമാലകളെ ശാസിക്കുന്നു. കൃപ വർഷിക്കണമേ, സൗഖ്യത്തിന്റെ കരനീണ്ടു വരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹൃദയ ശാന്തതയിലേക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കുന്നോർത്ത് നന്ദി പറയുന്നു. മഞ്ഞു മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞു മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിന് നന്നായി വരാനാ എൻ പേർക്കുതാതൻ ഒരുക്കുന്നതാ. കല്ലും മുള്ളും കൊള്ളുന്ന വഴി എന്നോടു കൂടെ നടക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഈശോയേ ആരാധന, രക്ഷകനേ, നാഥനേ, വരണേ. ഈശോയേ സൗഖ്യദാതാവേ, സൗഖ്യമാ എന്നിൽ നിറയണമേ. ഈ സമയം ഒരു വിടുതലിന്റെ പ്രാർത്ഥന ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഈ സമയം പ്രേരണ നൽകുകയാണ്. എല്ലാവരും വിശ്വാസത്തോടെ ഈ സമയം പ്രാർത്ഥിക്കണം. അധരങ്ങൾ തുറന്ന് ഏറ്റു പറയണം. നമുക്ക് ഒരുമിച്ച് യേശുനാമത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അഭിഷിക്തൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അപ്പസ്തോലന്മാർ, പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ നമ്മുടെ മധ്യയുണ്ട്. റഫാൽ മാലക നമ്മുടെ മധ്യയുണ്ട്. വിശ്വാസത്തോടെ ഏറ്റു പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്താലും കുരിശിൽ നേടിയ മഹത്വത്താലും അങ്ങയുടെ നാമത്തിന്റെ അനന്തയോഗ്യതയാൽ അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ അനന്തശക്തിയാൽ അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എന്റെ കുടുംബത്തെയും ഈ കൂട്ടായ്മയെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും എല്ലാ പൈശാചിക പീഡകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ മീഖായേലിനോടും സകല വിശുദ്ധാത്മാക്കളോട് ചേർന്ന് യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, നിർവീര്യമാക്കുന്നു. യേശുവേ, ഞങ്ങളെല്ലാവരെയും അങ്ങനെ പരിശുദ്ധ രക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് അരൂപിയിലൂടെ നയിക്കണമേ. എല്ലാ തിന്മയുടെ ശക്തികളെയും അങ്ങനെ കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. യേശുവേ, ഞങ്ങളെ വേദനിപ്പിക്കുന്ന തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശുവേ അങ്ങ് ബന്ധിക്കണമേ, ശാസിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ രൂപികളെയും യേശുവേ ശാസിക്കണമേ. രണ്ട് കരമുയർത്തി പിടിക്കുക. യേശുനാമത്തിൽ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ലൂക്ക 9:1, ലൂക്ക 10:19, കൊളോസ്യർ 2:14-15, എഫെസോസ് 6:10-17 വചനശക്തിയാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ശക്തികളും ഇപ്പോൾ യേശുനാമത്തിൽ നിർവീര്യമാക്കപ്പെടട്ടെ. കരമുയർത്തി വിളിക്കുന്നു. യേശുവേ, ശുദ്ധീകരിക്കണമേ,
ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. തിരുരക്തത്താലേ തിരിച്ചോര തുള്ളിയാ ശുദ്ധീകരിക്കണമേ, 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 എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാകും അഗ്നിയിറക്കി വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം, സാധിക്കുന്നവർക്ക് മുട്ടുമേലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ രണ്ടാമത് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചു. നിനക്ക് അജ്ഞാതനായ ഒരുവൻ നിന്റെ മധ്യയുണ്ട്. അത് നമ്മുടെ കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലുകൾ പാപത്തിലേക്ക് വഴുതി നീങ്ങുമ്പോഴും, നമ്മുടെ അധരങ്ങൾ മറുതലിക്കുമ്പോഴും, ഹൃദയം ശൂന്യമാക്കുമ്പോഴും കർത്താവ് പറയാണ്, നീ എന്നെ കാണുന്നില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതാണ് വഴി. ഇന്ന് നിന്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വഴുതി പോകുമ്പോഴും കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പാപത്തിലേക്ക് വീഴാൻ പോകുമ്പോഴും യേശു നമ്മെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കുകയില്ല. കാരണം എൻ്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. ഈ നൊയമ്പ് കാലഘട്ടത്തിൽ തീരുമാനമെടുക്കുക. നല്ല ഭക്ഷണം വർജിക്കുന്നത് മാത്രമല്ല, കർത്താവിനെ വേദനിപ്പിക്കുന്ന എല്ലാം വർജിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന എല്ലാം മാറ്റിവെക്കുക. നിത്യതയിൽ എത്തുന്നത് വരെ യേശുവിനെ വേദനിപ്പിക്കുകയില്ല എന്ന് വാക്ക് കൊടുക്കുക. അവിടേക്ക് ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി ഒഴുകും. അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ ജീവന്റെ സമൃദ്ധി ഒഴുകും. അവൻ ചോദിക്കുന്നത് കർത്താവ് സാധിച്ചു കൊടുക്കും. ജോബ് 22:28. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ ഇന്ന് നിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, നീ നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ സ്വീകരിക്കുകയാണെങ്കിൽ നിന്റെ സ്വപ്നങ്ങളെ ഞാൻ സഫലമാക്കും. തീരുമാനമെടുക്കുക. തിന്മയുടെ കാലുകളെ പിൻവലിക്കുക. സുവിശേഷത്തിലേക്ക് പാദങ്ങൾ ചലിപ്പിക്കുക. പരിശുദ്ധാത്മന് ശക്തിക്ക് വേണ്ടി ദാഹിക്കുക. ഓരോ വിശുകുർബാനയിലേക്കും ദാഹത്തോടെ കടന്നു വരിക. നമ്മുടെ കുറവുകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എഴുതി സമർപ്പിക്കുക. ആഗ്രഹങ്ങളെ എഴുതി സമർപ്പിക്കുക. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. ഒരിക്കലും കൂടി എല്ലാ നന്മകൾക്കും നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചൻ ജോജിച്ചനെ, നമ്മുടെ കൊച്ചച്ഛൻ റോജച്ചനെ, നമ്മുടെ കൊച്ചച്ഛനെ എല്ലാം ഓർക്കുക. 2000 കുടുംബങ്ങളെ ഓർക്കുക. ICU മുറിയിൽ കിടക്കുന്നവരെ ഓർക്കുക. വാർദ്ധക്യ സഹജമായ രോഗത്തിൽ കഴിയുന്നവരെ കാണുക. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമൂഹത്തിൽ മരിച്ചുപോയ എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി, മക്കളില്ലാത്തവർക്ക് വേണ്ടി, സാമ്പത്തികമായി തകർന്നവർക്ക് വേണ്ടി എല്ലാം ഒരിക്കലും കൂടി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈ ദേശത്ത് മദ്യപാനത്തിന്റെ കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ സ്പിരിറ്റുകൾ എല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ ഇടവകയെ അനുഗ്രഹിച്ച്, ഭക്ത സംഘടനകളെ, പ്രയർ ഗ്രൂപ്പിനെ, കുടുംബ യൂണിറ്റുകളെ എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. കരങ്ങൾ കുപ്പിപ്പിടിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന സ്വീകരിച്ചിടത്ത് നന്ദി പറയുന്നു. അപ്പാ, നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, സഭയെ നവീകരിക്കണമേ. ഈ സമയം ദീപികാൻ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട 3 നിയോഗങ്ങൾ ഈ സമയം ഓർക്കുക. കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു. നമ്മുടെ കൈകളിലുള്ളത് കൊടുക്കുക. 5 അപ്പം കൊടുക്കുക.
കർത്താവ് അത് പതിനായിരങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകാൻ പോവുകയാണ്. ദീപികാനി ആശീർവാദം നമുക്ക് വലിയ സ്നേഹത്തോടെ സ്വീകരിക്കാം. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമെൻ ദൈവമെന്നും. നീ മാത്രമെൻ ദൈവമെന്നും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, നിനക്കെന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ.